1921 മലബാർ സമര കാലഘട്ടത്തിൽ കേരളത്തിൽ സീതി സാഹിബ്, KM മൗലവി തുടങ്ങിയ ആളുകൾ ഒരു പുതിയ പ്രസ്ഥാനത്തിന് രൂപം നൽകുകയുണ്ടായി. അതിനു പുറമെ കേരള ഐക്യസംഘം എന്ന പേരിലുള്ളൊരു സംഘടന രൂപീകരിക്കുകയും ചെയ്തു. പിന്നീട് 1925 ഇതിനെതിരെ അന്നത്തെ പണ്ഡിതന്മാർ ഒരു പുതിയ സംഘടനയ്ക്ക് രൂപം നൽകി. ഒരു കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടനയ്ക്ക് രൂപം നൽകുകയും 1926 ജൂൺ 26 ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പുതിയ സംഘടനയ്ക്ക് നാമകരണം ചെയ്യുകയും ചെയ്തു. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തുടക്ക കാലഘട്ടങ്ങളിൽ മുസ്ലിങ്ങളുടെ ആശയപരവും ആദർശപരവുമായ എന്ന് വെച്ചാൽ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയങ്ങളിൽ ഊന്നിയുള്ള പ്രവർത്തനങ്ങളായിരുന്നു ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നടത്തിയിരുന്നത്. ഒരുപാട് സമ്മേളനങ്ങളും ഒരുപാട് സംവാദങ്ങളും ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന മാസത്തോളം നീണ്ടു നിൽക്കുന്ന വഅദ് പരമ്പരകളും ദഅവത്ത് ക്ലാസുകളുമായിരുന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദ്യത്തെ പ്രവർത്തനങ്ങളായി ഉണ്ടായിരുന്നത്. പിന്നീട് പതിയെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പുതിയ പ്രവർത്തനങ്ങളുമായി രംഗത്ത് വരികയും മുസ്ലിം കൈരളിയുടെ ആദർശപരമായ ആശയപരമായ മുന്നേറ്റങ്ങൾക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നേതൃത്വം നൽകുകയും ചെയ്തു. ഈ സീതി സാഹിബും KM മൗലവിയും ഇവരുടെ എല്ലാം തുടക്കക്കാരനായി വന്നിരുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയായിരുന്നു. ഈജിപ്തിൽ നിന്ന് വരുത്തുന്ന അൽ മനാർ എന്നുള്ള മാസിക മുഖേനയാണ് ഈ പ്രസ്ഥാനത്തിനുള്ള വേരൂന്നൽ ഇവിടെ ഉണ്ടാകുന്നത്. അത്രത്തോളം അപകടകരമാണെന്ന് മനസ്സിലാക്കിയത് കൂടി തന്നെയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇങ്ങനെയൊരു സംഘടന രൂപീകരിക്കുകയും മുസ്ലിം കൈരളിയുടെ ആദർശങ്ങൾക്ക് വേണ്ടി ഇത്രത്തോളം വളരെ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തു. പിന്നീട് പ്രത്യേകമായി 1934 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സൊസൈറ്റി ആക്ട് പ്രകാരം സമസ്ത രജിസ്ട്രേഷൻ ചെയ്യുകയും ഒരുപാട് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. ഇത് മാത്രമല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തുടങ്ങിയ സമയത്ത് തന്നെ അതിൻ്റെ സമസ്തയുടെ ഭരണഘടന പ്രത്യേകിച്ച് പറയേണ്ടി മതവിദ്യാഭ്യാസത്തോടു കൂടി ബൗദ്ധിക വിദ്യാഭ്യാസത്തിന് കൂടി എന്താക്കണം മുൻഗണന കൊടുക്കുന്നത് പറയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് സമസ്ത ഒരുപാട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ കേരളത്തിൻ്റെ അകത്തും പുറത്തുമായിക്കൊണ്ട് സമസ്ത നേരിട്ടും അല്ലാതെയും ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ഏറ്റവും തുടക്കം കുറിച്ചതെന്നാണ് മദ്രസ സംവിധാനം പോലുള്ളത്. അതുപോലെ തന്നെ മദ്രസ സംവിധാനത്തിലൂടെ അന്ന് മുജാഹിദുകളും മറ്റു നിഗൂഢവാദികളും പ്രസ്താവിച്ചിരുന്ന വിശ്വാസത്തിനെതിരെയുള്ള സംസാരങ്ങൾ അതെല്ലാം തച്ചെടുക്കാനുള്ള ഭാഗമായിക്കൊണ്ട് മദ്രസയിലൂടെ വിശ്വാസപരമായിട്ടുള്ള ഒരുപാട് സിലബസുകൾ സമസ്ത കൊണ്ടുവരാൻ സാധിക്കും. അതിലൂടെ സമൂഹത്തിന് ഇസ്ലാമിൻ്റെ തനതായ സംസ്കാരത്തെ പഠിപ്പിച്ചു കൊടുക്കാൻ സാധിച്ചു. ഇന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ വിദേശത്ത് നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കും പഠിതാക്കൾക്കുമായിക്കൊണ്ട് ഈ ലേണിംഗ് മദ്രസ സിസ്റ്റം ഇന്ന് ഓൺലൈൻ വഴിക്കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇന്ന് ലോകമെമ്പാടും ഈ ലേണിംഗ് മദ്രസ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സിസ്റ്റത്തിലൂടെ 18 വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും, അതുപോലെ തന്നെ ചെറുപ്പകാലത്ത് മദ്രസ പഠനം പൂർത്തിയാക്കാൻ സാധിക്കാത്ത എല്ലാവർക്കും ഈ ലേണിംഗ് മദ്രസ സിസ്റ്റത്തിലൂടെ സംസ്ഥ മദ്രസ രംഗത്തുള്ള ഒരുപാട് അറിവുകൾ ഇന്ന് ലോകത്തുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും പഠിപ്പിച്ചു കൊടുക്കുന്നു. ഏകദേശം ജർമ്മനി, UAE പോലുള്ള ഏകദേശം 26 രാജ്യങ്ങളിലേക്ക് ഇന്ന് ഈ ലേണിംഗ് മദ്രസ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് കേരളത്തിൻ്റെ അകത്തും പുറത്തുമായിക്കൊണ്ട് ഫളീല കോഴ്സുകൾ, ഈ ഒരു കോഴ്സിലൂടെ സമസ്ത ലക്ഷ്യം വെക്കുന്നത് ഭൗതിക രംഗത്തും മതരംഗത്തും ഒളിഞ്ഞുകിടക്കുന്ന, അതുപോലെ തന്നെ പെൺകുട്ടികളിൽ ഒളിഞ്ഞുകിടക്കുന്ന കഴിവുകൾ അവരുടെ ഉള്ളിലുള്ള പഠനം മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി ഫളീല കോഴ്സുകൾ 2 വർഷം കൊണ്ട് പൂർത്തീകരിക്കുന്ന PG കോഴ്സുകളും ഈ ഒരു സമസ്ത ഫളീല കോഴ്സിലൂടെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ സമസ്ത വിദ്യാഭ്യാസപരമായി ഒരുപാട് വിപ്ലവാത്മകമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഇന്ന് സമസ്ത നേരിടുന്ന പ്രധാന വിമർശനങ്ങളിലൊന്നാണ് സമസ്ത ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് ഒരു പ്രാധാന്യം നൽകുന്നില്ല, ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ നിരുത്സാഹപ്പെടുത്തുകയാണ്. സമസ്ത ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് മുൻഗണന നൽകുന്നില്ല എന്നുള്ളതിന് ഇന്ന് ലോകത്ത് യാതൊരു പ്രസക്തിയില്ല. കാരണം സംസ്ഥാനങ്ങളുടെ ആശയം മുന്നോട്ട് വെച്ചിരുന്നു ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് ഒരിക്കലും മുൻഗണന കൊടുക്കരുത് എന്നുള്ളത്. കാരണം അന്ന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എന്നുള്ളത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്ത്, അതായത് ഇന്ത്യൻ ജനതയുടെ മേൽ അവരുടെ കരിനിയമങ്ങൾ വാരി തേച്ചിരുന്ന സമയത്ത്
സമസ്ത ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് യാതൊരുവിധ പ്രോത്സാഹനം നൽകിയിട്ടില്ല. കാരണം അത് അവരുടെ സംസ്കാരമാണെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് യാതൊരു സപ്പോർട്ടും നൽകരുത്, അവരുടെ ഒരു നിയമം നമ്മൾ അംഗീകരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥ അങ്ങനെ ആശയം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷെ അന്ന് സംസ്ഥ മാത്രമല്ല, ഇന്ത്യയിലെ ഒരുപാട് സംഘടനകൾ, ഉദാഹരണത്തിന് ഗാന്ധിജിയെ പോലുള്ള ഒരുപാട് മഹാവ്യക്തിത്വങ്ങൾ, ഇന്ത്യയിലെ ഒരുപാട് സമര സേനാനികൾ ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചിരുന്നു. നിസ്സഹകരണ പ്രസ്ഥാനങ്ങൾ പോലെ ബ്രിട്ടീഷുകാരുടെ ഉൽപ്പന്നങ്ങളും അവരുടെ മറ്റു ഒന്നും ഒരിക്കലും സ്വീകരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകളും ഇങ്ങനത്തെ ഒരുപാട് ആശയങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ഇന്നത്തെ ആധുനിക സമയത്ത് എടുത്തു നോക്കുകയാണെങ്കിൽ സംസ്ഥ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അസ്മി എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് അസോസിയേഷൻ ഓഫ് സംസ്ഥ മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ 2017 മുതൽ ഇന്ന് കേരളത്തിനകത്തും പുറത്തുമായിക്കൊണ്ട് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി സംസ്ഥ രൂപീകരിച്ച ഒരു സംവിധാനമാണ് അസ്മി എന്നുള്ളത്. ഇതുമാത്രമല്ല, സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഭരണഘടനയിൽ പ്രധാനപ്പെട്ട 5 പ്രധാന ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ 4-മതായി പറയുന്നത് മതവിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുകയും മതവിദ്യാഭ്യാസത്തോടും മതസംസ്കാരത്തോടും കൈകോർത്ത് പോകുന്ന മതേതര വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഏത് വിദ്യാഭ്യാസത്തെയും എന്താകുന്നുണ്ട്, സമസ്ത പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും ഒന്നല്ല സമസ്ത ഭൗതിക വിദ്യാഭ്യാസത്തെയോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പോലുള്ള മറ്റു ഭാഷകളെയോ ഒരിക്കലും പഠിക്കണ്ട എന്നോ അല്ലെങ്കിൽ അതിനോട് കൂറ് പുലർത്തേണ്ട എന്ന് പറയുന്നില്ല. സമസ്ത അതിനെല്ലാം പ്രോത്സാഹിപ്പിക്കുകയും അതുകൊണ്ടാണല്ലോ ഹുദവി പോലുള്ള, ഫൈസി പോലെയുള്ള, സനായിയെ പോലെയുള്ള, ഫാദിലെ പോലെയുള്ള ഒരുപാട് വിദ്യാഭ്യാസ മുന്നേറ്റങ്ങൾ സമസ്ത നടത്തിയിട്ടുണ്ട്. അതിലെല്ലാം ഇംഗ്ലീഷുണ്ട്, ഉറുദു, മറ്റെല്ലാ ഭാഷകളുണ്ട്, ഭൗതിക പഠനങ്ങളുണ്ട്. ഒരിക്കലും സമസ്ത എന്തല്ല ഭൗതിക വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ പാശ്ചാത്യ ഭാഷകൾക്കോ യാതൊരു എതിരുമല്ല. ഇത് മാത്രമല്ല, സമസ്ത വിദ്യാഭ്യാസപരമായി വിപ്ലവങ്ങൾ പുറപ്പെടുവിപ്പിക്കുന്നതിന് പുറമെ സമസ്ത നവോത്ഥാന വിപ്ലവങ്ങൾ സമൂഹത്തിൽ നടത്തുന്നുണ്ട്. ഈ നവോത്ഥാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സമൂഹത്തിൽ സാമൂഹികപരമായും അതുപോലെ തന്നെ സാംസ്കാരികപരമായി ചരിത്രപരമായി ആ സമൂഹത്തിൽ മുന്നേറ്റം കൊണ്ടുവരിക എന്നതുകൊണ്ടാണ് നവോത്ഥാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മുടെ കേരളത്തിലേക്ക് വന്ന ഒരുപാട് വിധേയ കക്ഷികൾ, വഹാബികളെ പോലത്തെ ഒരുപാട് വിധേയ കക്ഷികൾ ഈ നവോത്ഥാനത്തെ മറ്റൊരു തലത്തിൽ അർത്ഥമാക്കിക്കൊണ്ട് അവർ മുസ്ലിം സമൂഹത്തിൽ മുസ്ലിമീങ്ങൾ തുറന്നു പോകുന്ന പാരമ്പര്യ അതിൻ്റെ ആചാരങ്ങളെ അവർ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു, നവോത്ഥാനം ഉൾപ്പെടുത്തിക്കൊണ്ട്. എന്നാൽ അവർ നടത്തുന്ന ഇത്തരം നീചമായ കർമ്മങ്ങൾ നവോത്ഥാനത്തിന് വിള്ളകേൽപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ്. എന്നാൽ ഇവിടെയാണ് നമ്മൾ യഥാർത്ഥ നവോത്ഥാനത്തെ കൊണ്ടുവരേണ്ടത്. ആ ഒരു നവോത്ഥാന പ്രവർത്തനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ നമുക്ക് മുന്നിൽ കാഴ്ചവെച്ചത്. എങ്ങനെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത്? ഒരു ഭാഗത്ത് പണ്ഡിതന്മാരുടെ വൈജ്ഞാനിക നേതൃത്വവും മറുഭാഗത്ത് സയ്യിദന്മാരുടെയും അതുപോലെ തന്നെ മറ്റു സാദാത്യങ്ങളുടെയും ആത്മീയമായ നേതൃത്വവും, മറ്റൊരു ഭാഗത്ത് സമൂഹത്തിൽ ഉയർന്ന വിഭാഗക്കാരുടെ സാമൂഹികമായ മറ്റു സാംസ്കാരികമായ നേതൃത്വവും, അതിലൂടെയാണ് സമസ്ത നവോത്ഥാനം മുന്നേറ്റം കൊണ്ടുപോകുന്നത്. ഇതാണ് സമസ്തയുടെ യഥാർത്ഥ നവോത്ഥാന വിപ്ലവ പ്രവർത്തനങ്ങൾ എന്നുള്ളത്. അതെ, ആ നവോത്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരുപാട് കീഘടകങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. SKJMCC ആകട്ടെ, SYS ആകട്ടെ, SMF ആകട്ടെ, SKSF ആകട്ടെ, എല്ലാ കീഘടകങ്ങളും ഉണ്ടാക്കിയ സമസ്തൻ്റെ എല്ലാ സംഭവങ്ങളും നവോത്ഥാനപരമായിട്ട് സമൂഹത്തിൽ എത്തിക്കണമെന്നുള്ള ഒരു നിർദ്ദേശത്തോടു കൂടിയാണ് സമസ്ത ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് എല്ലാ മേഖലയും കാണാം. നമ്മളിപ്പോൾ ദുരന്തബാധിത പല മേഖലയുണ്ട്. വിദ്യാഭ്യാസ നവോത്ഥാനമാകട്ടെ, സാംസ്കാരിക നവോത്ഥാനമാകട്ടെ, എല്ലാ നവോത്ഥാനങ്ങളിലും സമസ്തൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, പ്രധാനപ്പെട്ട സമസ്തൻ്റെ ആശയങ്ങൾ ഉണ്ടാകുന്നുണ്ട്, വളരെ കൃത്യമായ രീതിയിൽ ഉന്നയിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം സമസ്ത നവോത്ഥാനപരമായിട്ട് ഒരുപാട് വളർന്നിട്ടുണ്ട്, ഒരുപാട് സമൂഹത്തിന് ഒരുപാട് നവോത്ഥാന പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ 100 വർഷം ഇടയ്ക്ക് സാമൂഹിക മാത്രമല്ല സാമൂഹ്യ പ്രവർത്തനങ്ങളും സംസ്ഥ ഒരുപാട് പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് കേരളത്തിനകത്തും പുറത്തേക്ക് നടത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് 2018 കേരളം മൊത്തം വെള്ളത്തിൽ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ, കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ വന്നപ്പോൾ സമസ്തയുടെ ശക്തിയായ SKSFിൻ്റെ വിക്കായ പ്രവർത്തകർ തൻ്റെ ജീവനെല്ലാം പണയപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിൽ ഇറങ്ങുകയും അവർ രക്ഷാപ്രവർത്തനത്തിന് ഊന്നൽ നൽകുകയും ചെയ്യുന്നത് സാമൂഹ്യ മാധ്യമങ്ങളോട് മറ്റും ലോകം കണ്ടതാണ്. അതിനുശേഷം കൊറോണ വൈറസ് വന്നപ്പോൾ കൊറോണ വൈറസ് കേരളത്തെ മൊത്തം സ്തംഭിച്ചിരുന്ന സമയത്ത് സ്വന്തം ഉപ്പാൻ്റെയും മയ്യത്ത് കുളിപ്പിക്കാനും പേടിച്ചിരുന്ന കുടുംബങ്ങളുടെ ആ ഒരു ഇടയിലേക്ക് വിക്കായ പ്രവർത്തികൾ സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് അവർ ഇറങ്ങി വരികയും മയ്യത്ത് കുളിപ്പിക്കുകയും ആ മയ്യത്തുകൾ ഖബറടക്കം ചെയ്യുകയും എന്നുള്ളത്
ലോകത്തിന് മുമ്പിൽ സമസ്ത കാണിച്ചു കൊടുത്ത ഒരു സാമ്യ പ്രവർത്തന മാതൃകയാണ്. അതുപോലെ ഈ ഇടയ്ക്ക് ചൂരൽമല, വയനാട് ചൂരൽമല ഒന്നടങ്കം ഒരു ജനതയെ മൊത്തം കണ്ണീരിലാഴ്ത്തിയ വയനാട് ചൂരൽമല ഉരുൾപൊട്ടൽ വളരെയധികം സങ്കടത്തോടെ കേരളം നോക്കിക്കണ്ടാവുന്നതാണ്. എന്തിനു പോലും ചാലിയാറിലൂടെ ഓരോ അവയവങ്ങൾ ഒഴിച്ചിരുന്ന ആ രീതിയിലുള്ള പ്രളയം ചൂരൽമല ഒന്നടങ്കം മേലിൽ നിന്ന് താഴോട്ട് വന്നിരിക്കുന്ന സമയത്ത് സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് വിക്കായുടെ സ്വന്തം മക്കൾ ഈ ഒരു പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങി എന്നുള്ളത് എന്നും സമസ്തക്കും SKSFിനും അഭിമാനിക്കാവുന്ന ഒരു നിമിഷം കൂടിയാണ്. ഇന്ന് കേരളത്തിലെ പല മേഖലകളിലും വിക്കായുടെ പ്രവർത്തകർ സന്നദ്ധ പ്രവർത്തനങ്ങളായിട്ടുണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ഇന്നും സംസ്ഥയുടെ ഈ ഒരു വിക്കായ SKSFിൻ്റെ കീഴിലുള്ള ഈ വിക്കായ മുന്നോട്ട് പോകും. SKSFും വിക്കായും ഇത്രയധികം പ്രവർത്തനങ്ങൾ സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളത് സംസ്ഥയുടെ കീഴ്ഘടകങ്ങളും ഒരുപാട് സാമൂഹിക പ്രവർത്തനം നടത്തുന്നുണ്ട് എന്നുള്ളതിനെ ഇന്ന് ലോകത്തിന് മുമ്പിൽ തെളിവായി നമുക്ക് എന്താക്കാം സമർപ്പിക്കാൻ സാധിച്ചതാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇത്രത്തോളം സ്വാധീനം കേരളത്തിൽ ഉണ്ടാകാനുള്ള കാരണം സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ 100 വർഷ കാലയളവിൽ ഒരുപാട് തീരുമാനമെടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു തീരുമാനം കൂടി തിരുത്തപ്പെടുകയോ അല്ലെങ്കിൽ മാറ്റി പറയേണ്ട അവസ്ഥ വന്നിട്ടില്ല. 40 അംഗ മുഷാവറ കൃത്യമായ രീതിയിൽ സമൂഹത്തിന് എന്താണോ വേണ്ടത്, അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിന് എന്താണോ വേണ്ടത്, ആ സംഭവം തന്നെയാണ് 40 അംഗ മുഷാവറ തീരുമാനിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ. നമുക്ക് ഏറ്റവും വലിയ സംഭവം മാസപ്പുറയാണ്. മുജാഹിദുകാർ ഒരു കുറി അവർ പെരുന്നാൾ പ്രഖ്യാപിച്ചു. പക്ഷേ നോമ്പിന് ശേഷം ഒരു ദിവസം ലീവ് എടുത്തതിന് ശേഷമാണ് ഒരു പെരുന്നാൾ ആഘോഷിച്ചത്. പക്ഷേ സമസ്ത കേരള ജമിയത്തുൽ ഉലമ 100 വർഷ കാലയളവിൽ എല്ലാ മാസപ്പുറയും കറക്റ്റ് എങ്ങനെയാണ് പ്രവേശിച്ചിട്ടുള്ളത്. അത്രത്തോളം ഉഷാറാണ് കൂടുതൽ, അത് കൃത്യമായ ഇജ്തിഹാദോട് കൂടിയുള്ള പ്രഖ്യാപനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ നടത്തുന്നത്. മാത്രമല്ല സമസ്ത കേരള ജമിയത്തുൽ ഉലമ സമൂഹത്തിനോട് ഒരു പ്രഖ്യാപനം നടത്തുകയാണെങ്കിൽ അത് സമൂഹം കൃത്യമായി അംഗീകരിക്കുന്നുണ്ട്. സമൂഹം അതിന് യാതൊരുവിധ ചോദ്യങ്ങളും ഉന്നയിക്കുന്നില്ല. അത് 40 അംഗ മുഷാവറ തീരുമാനം എടുക്കുമ്പോൾ അത് എത്രത്തോളം കൃത്യമാണെന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് എടുക്കുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ സമ്മേളനങ്ങൾക്ക് എടുത്ത് നോക്കാൻ ലക്ഷക്കണക്കിന് ആളുകളാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ സമ്മേളനത്തിനൊക്കെ വരുന്നത്. കാരണം സമസ്ത കേരള ജമിയത്തുൽ ഉലമ സമ്മേളനം എന്ന് പറയുമ്പോൾ ഒരുപാട് മശായിഖന്മാരുണ്ട്, ഒരുപാട് ഔലിയാക്കളുണ്ട്. ഇവരെല്ലാം പ്രാർത്ഥന, ഇവരോടുള്ള വിശ്വാസം കൂടിയാണ് ഇതിലെല്ലാം നമുക്ക് എന്താകുന്നത് വ്യക്തമാക്കി തരുന്നത്. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേരളത്തിൽ തീരുമാനം എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കേരളത്തിൽ എന്തെങ്കിലും നവോത്ഥാന പ്രവർത്തനങ്ങൾ, സാമൂഹികമായ പ്രവർത്തനങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിന് ഒരുപാട് ജനസ്രോതസ് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്താകുന്നത് ഏറ്റവും വലിയ കാര്യം നമുക്ക് കാണുന്നത്. മറ്റുള്ള ഏത് സംഘടനകളുണ്ട്, പക്ഷേ ഒരുപാട് പരിമിതികൾ അവർക്കുണ്ട്. പക്ഷേ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അപേക്ഷിക്കുകയാണെങ്കിൽ ഈമാനുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്തെങ്കിലും തീരുമാനം എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവർത്തനം നടത്തുകയാണെങ്കിൽ അതിന് ഒരുപാട് വലിയ ജനസ്വാധീനം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഓരോ സമ്മേളനം എടുത്ത് നോക്കി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് അത്രത്തോളം കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും തെളിവും കൂടിയാണത്. സമസ്തയുടെ പ്രധാന ഹൈലൈറ്റ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്ന് നോക്കിയിട്ടല്ല സമസ്തയുടെ നിലപാടുകൾ. മാത്രവുമല്ല ആ നിലപാടുകളെ അകവും കുറവും നോക്കാതെ കേരളീയ മുസ്ലിം ജനസമൂഹം സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നുള്ളത്. ഇത്തരത്തിൽ സമസ്ത മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രധാനമായും നവോത്ഥാന രീതിയിലാണെങ്കിലും മറ്റു സാമൂഹിക രീതിയിലാണെങ്കിലും എന്ത് മേഖല നമുക്ക് എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിലും സമസ്തയുടെ ഒരു മുന്നേറ്റം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ മദ്രസ അധ്യാപകർ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ വളരെ തുച്ഛമായ ശമ്പളത്തിന് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ മദ്രസയിൽ നിന്ന് അവർ വിരമിച്ചാൽ തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അവർ പ്രത്യേകമായിട്ടുള്ള ഒരു പെൻഷൻ പണം പോലെ ലഭിക്കുന്നുണ്ട്. ഇത്രത്തോളം ഒരുപാട് വർഷങ്ങളായി തുടർന്നു വരുന്നു. മാത്രമല്ല വീട് പണി നടക്കുന്ന സമയത്ത് വീട് പണിക്ക് ആവശ്യമായ സാമ്പത്തിക സഹായമുണ്ട്, മക്കളെ കെട്ടിക്കുന്ന സമയത്ത് സാമ്പത്തിക സഹായമുണ്ട്. അങ്ങനെ എല്ലാ നിലക്കും സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു ഗവൺമെൻറ് പോലെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ മാതൃകയിൽ എന്താകുന്നുണ്ട്. ഇപ്പോൾ ഈ 100 വർഷം കഴിയുമ്പോൾ തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എത്രത്തോളമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ 100 വർഷ കാലയളവിൽ വളർന്നത് എന്നുള്ളത് തന്നെ ഇതിന് ഒരു ഉത്തമമായ ഉദാഹരണമാണ്. കാരണം കൃത്യമായ രീതിയിൽ എല്ലാവർക്കും സൗജന്യമായ രീതിയിൽ എല്ലാവർക്കും നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ഏറ്റവും വലിയ വസ്തുത എന്ന് പറയുന്നത്. ഏതൊരു ഗവൺമെൻറ് ആകട്ടെ അല്ലെങ്കിൽ ഏത് സംഘടനയാകട്ടെ ഇത്രത്തോളം സംഘടിത രൂപമായിട്ട് ഒരു പ്രവർത്തനം ഇത്ര കാലത്തോളം നടത്തിയതായിട്ട് നമുക്ക് ഏത് രാജ്യത്തും ഏത് നൂറ്റാണ്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ 100 വർഷത്തിൻ്റെ നിറവിൽ നിൽക്കുമ്പോഴും യാതൊരുവിധ പരിമിതികളോ അല്ലെങ്കിൽ യാതൊരുവിധ പ്രവർത്തനരഹിതമായ കാര്യങ്ങളോ സമസ്ത ജമിയത്തുൽ ഉലമ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത.